നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്ക് വഹിച്ച മലയാളിയാണ് വി പി മേനോൻ. വി പി മേനോനായിരുന്നു ഫിനാൻസ് കമ്മീഷനിലെ ആദ്യ മലയാളി. മലയാളി വനിതയായി ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്ത പ്രമുഖ വ്യക്തിയാണ് അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നാണ്. ഝാൻസി റാണിയെ ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശബിന്ദു എന്നാണ് നെഹ്റു വിശേഷിപ്പിച്ചത്. ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട 1929 ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം അവതരിപ്പിച്ചത്. പൂർണ്ണ സ്വരാജ് ദിവസമായി ആചരിച്ചത് 1930 ജനുവരി 26-നാണ്. 1930 ജനുവരി 26-ന് പൂർണ്ണ സ്വരാജ് ദിനം ആചരിച്ചതിന്റെ സ്മരണക്കാണ് ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 1950 ജനുവരി 26-ന് ഇന്ത്യ റിപ്പബ്ലിക് ആയപ്പോൾ ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയായത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേഷ്ടാവായിരുന്നു BN റാവു. BN റാവു ഭരണഘടനകൾ പഠിക്കാൻ സന്ദർശിച്ച രാജ്യങ്ങളാണ് അമേരിക്ക, കാനഡ, അയർലൻഡ്, ബ്രിട്ടൻ തുടങ്ങിയവ. ബ്രിട്ടൻ 2019 ജാലിയൻ വാലാബാഗ് ദുരന്തത്തിന്റെ 100ാം വാർഷികത്തിൽ ഖേദം പ്രകടിപ്പിച്ചു. ഖേദം സിംഗ് മീററ്റ് ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആലിപ്പൂർ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട് കിങ്സ്ഫോർഡിനെ വധിക്കാൻ ശ്രമിച്ച വിപ്ലവകാരികളാണ് പ്രഫുല്ല ജാക്കിയും ഖുദിറാം ബോസും. ഖുദിറാം ബോസാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി. രക്തസാക്ഷിത്വ ദിനം മാർച്ച് 23-ന് രാജഗുരു, സുഖ്ദേവ്, ഭഗത് സിംഗ് എന്നിവരുടെ സ്മരണക്കായി ആചരിക്കുന്നു. ഭഗത് സിംഗ് ജനകീയമാക്കിയ മുദ്രാവാക്യം ഇൻകുലാബ് സിന്ദാബാദ് ആണ്. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉപയോഗിച്ചത് മൗലാന ഹസ്രത്ത് മോഹാനിയാണ്. ഹസ്രത്ത് മോഹാനി 1929 അലഹബാദ് കോൺഗ്രസ് സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജ് എന്ന ആവശ്യം ആദ്യമായി ഉന്നയിച്ചു.